ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരു വചനം ഏറ്റു പറയാം. കരുണയുടെ രാജാവേ, കരുണയുടെ രാജാവേ, എന്റെ ആത്മാവിനെ നയിക്കണമേ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മള് കരുണയുടെ തിരുനാളിന്റെ ഒരുക്കത്തിലാണ്. ഈ തിരുനാൾ ആഘോഷിക്കണമെന്ന് ഈശോ തന്നെ വിശുദ്ധ ഫൗസ്തീനയോട് അരുളി ചെയ്തതാണ്. അപ്പോ ആത്മീയമായ ഒരുക്കത്തോടൊപ്പം കാരുണ്യപ്രവർത്തികളും ചെയ്യണമെന്ന് ഈശോ തന്നെ ഫൗസ്തീനയോട് ആവശ്യപ്പെട്ടു. 742 ഖണ്ഡികയില്, ഫൗസ്തീനയുടെ ഡയറി 742 ഖണ്ഡികയില് ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക: കർത്താവിന്റെ കരുണയെ എല്ലാ ജനപദങ്ങളും ആദരിക്കാൻ അവിടത്തോടുള്ള സ്നേഹത്തെ പ്രതി നീ കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം, സഹോദരങ്ങളോട് കരുണയോടെ പ്രവർത്തിക്കണം എന്ന്. ഈ കാരുണ്യ പ്രവർത്തികളുടെ പ്രചോദനം ആകേണ്ടത് അവിടത്തോടുള്ള സ്നേഹമാണ്. സ്നേഹമാണ് നമ്മളെ കാരുണ്യ പ്രവർത്തിയിലേക്ക് നയിക്കേണ്ടത്. 889 ഖണ്ഡികയിൽ പറയുന്നു: നമ്മുടെ പ്രവർത്തികൾ നിസ്സാരവും സാധാരണവും ആയിരുന്നാലും സ്നേഹം വഴി അവ ദൈവ തിരുമുൻപിൽ ഉന്നതവും മഹത്വമേറിയതുമായി മാറുന്നു. സ്നേഹം വഴി അവ ദൈവ തിരുമുൻപില് ഉന്നതവും മഹത്വമേറിയതുമായി മാറുന്നു. കാരണം ധീരപ്രവർത്തികളിലല്ല, ഉന്നതമായ സ്നേഹത്തിലാണ് ആത്മാവിന്റെ മഹത്വം കുടികൊള്ളുന്നത്. അപ്പൊ ഉന്നതമായ ഒരു സ്നേഹമാണ് നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു വെക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ കാരുണ്യ പ്രവർത്തികളിലേക്ക് തിരിയേണ്ടത്. അപ്പോ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി എന്തെല്ലാം കാരുണ്യ പ്രവർത്തികള് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിശുദ്ധ ഫൗസ്തീനയിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരുണ്യ പ്രവർത്തികളെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന്, ഈശോ നേരിട്ട് ഫൗസ്തീനാക്കി പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന, ചെയ്യാൻ നിർദ്ദേശിക്കുന്ന കാരുണ്യ പ്രവർത്തികള്. 2, പൊതുവായ കാരുണ്യ പ്രവർത്തികള്. ഇപ്പൊ 2 തരം കാരുണ്യ പ്രവർത്തികളാണ് നമ്മൾ ഇന്ന് കാണുക. ഈശോ നേരിട്ട് ഫൗസ്തീനായെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ നിർദ്ദേശിക്കുന്ന കാരുണ്യ പ്രവർത്തികളും പിന്നെ പൊതുവായ കാരുണ്യ പ്രവർത്തികളും. വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറിയില് 1155 ഖണ്ഡികയില് നമുക്കിത് മനസ്സിലാക്കാം. ഒന്നാമത്തേത്, ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ആത്മാക്കൾ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ യാഗമായി സ്വയം സമർപ്പിച്ചുകൊണ്ട് ലോകം മുഴുവനും വേണ്ടി കരുണയാചിക്കുന്നു. ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ആത്മാക്കൾ ആരെയാണ് ആത്മാക്കളായിട്ട് ഉദ്ദേശിക്കുക? നമ്മൾ മനസ്സിലാക്കണം, മാമോദീസായിലൂടെ സന്യസ്ത വൈദിക അന്തസ്സിലേക്ക് നമ്മളെ വിളിച്ചിട്ടുള്ളവര്, അപ്പൊ മാമോദീസ സ്വീകരിച്ചവരും പ്രത്യേകമായി ദൈവത്തിന്റെ വിളി സ്വീകരിച്ചവരും തിരുസഭയിലേക്ക് വിളിക്കപ്പെട്ട നമ്മളെല്ലാവരുമാണ് ഈ ആത്മാക്കള് അല്ലെങ്കിൽ വേർതിരിക്കപ്പെട്ട ആത്മാക്കള്. അപ്പൊ ദൈവ തിരുമുൻപിൽ നമ്മെ തന്നെ യാഗമായി സമർപ്പിച്ചുകൊണ്ട് ലോകം മുഴുവനും ദൈവത്തിന്റെ കരുണ തിരിച്ചറിയാനും അനുഭവിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പൊ നമ്മൾ മാമോദീസ സ്വീകരിച്ച് ഈശോയെ അനുഭവിച്ച് അല്ലെങ്കിൽ ആ ഈശോയുടെ സ്വന്തമായി തീർന്ന നമ്മളാണ് ഈ ആത്മാക്കള്. അപ്പൊ നമ്മൾ വഴി വേണം ഈ ആത്മാക്കള് രക്ഷപ്പെടാനായിട്ട്. അപ്പൊ ഇങ്ങനെ അവിടെ പറയാണ്, അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടത്തെ ആശ്വസിപ്പിക്കുകയും അവിടത്തെ ഇഷ്ടം നിറവേറ്റുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ ഈശോയെ ആശ്വസിപ്പിക്കുന്നവരായിട്ട് മാറണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ പറയുന്നു, അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ പുരോഹിതർക്ക് പ്രത്യേക അനുഗ്രഹങ്ങൾ ലഭിക്കുകയും അവരുടെ പ്രാർത്ഥനയും വിശുദ്ധ ബലി അർപ്പണവും വഴി ലോകത്തെ ഈശോയുടെ 2ാം വരവിനായി ഒരുക്കുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് വൈദികർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി ലഭിക്കുക. ഈ 2ാം വരവിനെ ഒരുക്കണം എന്ന് പറയുമ്പോൾ പലർക്കും ഇന്ന് ഈ 2ാം വരവിനെ കുറിച്ച് സംശയമാണ്. ഈശോ ആദ്യം തന്നെ വന്നോന്ന് പലർക്കും പല രാജ്യങ്ങളിലുള്ളവർക്കും അറിയാൻ പാടില്ല. ഇനി അറിഞ്ഞവർ തന്നെയും ഇനിയിപ്പോ 2ാം വരവ് ഉണ്ടാവോ സംശയമാണ്. നമ്മളൊന്ന് ചിന്തിക്കണം. ഏദൻ തോട്ടത്തില് ഈശോയെ ദൈവം വാഗ്ദാനം ചെയ്തു, പക്ഷേ അന്നൊന്നും വന്നില്ല. സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈശോ വന്നത്. പക്ഷേ ഈശോ വന്നിട്ടും ഇന്നും പലരും തിരിച്ചറിയുന്നില്ല. അപ്പോ ഈശോയ്ക്ക് ഒരു 2ാം വരവുണ്ട്. അത് എപ്പോഴാണെന്ന് നമുക്കും അറിഞ്ഞുകൂടാ. പക്ഷേ ഈശോ സുവിശേഷത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം പ്രസംഗിക്കപ്പെടണം, എല്ലാവരും മാനസാന്തരപ്പെടണം,
അന്നാണ് അതിന്റെ അവസാനത്തിലാണ് ലോകാവസാനം വരിക. അപ്പൊ അതിനു മുമ്പായി ഈ ലോകം മുഴുവൻ മാനസാന്തരപ്പെടണം. ഇന്ന് നമ്മൾ ഈ ചെയ്യുന്ന ഈ എളിയ പ്രവൃത്തിയിലൂടെ, ഈ ചെറിയ പ്രവൃത്തിയിലൂടെ ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ നിറവേറ്റുകയാണ്. അപ്പൊ അതിനുള്ള ഒരുക്കത്തില് ദൈവം നമ്മളെയും പങ്കു ചേർത്തതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയണം. ഈ കരുണയുടെ പ്രവർത്തികളെ പ്രഘോഷിക്കാനും അത് കേൾക്കാനും ദൈവം നമ്മളെ അനുവദിച്ചില്ലേ? ദൈവത്തിന്റെ അനന്തമായ കരുണയല്ലേ അത്? നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇനി 1160 ഖണ്ഡികയിൽ പറയുന്നു, ശിക്ഷിക്കുവാൻ എനിക്ക് നിത്യതയുള്ളത് കൊണ്ട് കരുണയുടെ സമയം ഞാൻ നീട്ടിക്കൊടുക്കുക. അപ്പോ എന്തുകൊണ്ടാ ലോകാവസാനം വരാത്തെ, അല്ലെങ്കിൽ രണ്ടാമത്തെ ഈശോയുടെ വരവ് വരാത്തെ? ഈശോയ്ക്ക് നിത്യതയിൽ നമ്മളെ ശിക്ഷിക്കാനാകും, പക്ഷെ ഈശോ കരുണയുള്ളവനാ. അതുകൊണ്ട് നമ്മളുടെ അത് നീട്ടിക്കൊണ്ടുപോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ മനസ്സിലാക്കണം, എന്നാൽ എന്റെ സന്ദർശന സമയം തിരിച്ചറിയാത്തവർക്ക് ദുരിതം. അപ്പൊ നമ്മളിത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മളുടെയൊക്കെ സ്ഥിതി വളരെ ദുരിതത്തിലാകുമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ മകളെ, എന്റെ കരുണയുടെ സെക്രട്ടറി, നിന്റെ ചുമതല എന്റെ കരുണയെ പറ്റി എഴുതുകയും പ്രഘോഷിക്കുകയും മാത്രമല്ല, അവർക്ക് വേണ്ടി ഈ കൃപയ്ക്കായി യാചിക്കുക കൂടി വേണം. അങ്ങനെ അവരും എന്റെ കരുണയെ പുകഴ്ത്തട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ നന്മ മരത്തിൽ ഇരുന്ന് ഈ കരുണയുടെ ജോലികൾ ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും ഈശോ എവിടേക്കാണ് ഉയർത്തിയിരിക്കുന്നത്? ഈശോയുടെ സെക്രട്ടറിമാരായിട്ടാണ് നമ്മളെ ഉയർത്തിയിരിക്കുന്നത്. ഇന്ന് പൗസീനയുടെ കാലം കഴിഞ്ഞു. നമ്മളാണ് ഇത് ചെയ്യേണ്ടത്. ആരൊക്കെ ഈ കരുണയെ പ്രഘോഷിക്കുന്നുവോ, അല്ലെങ്കിൽ ഈശോയുടെ ഈ കരുണയെ പ്രവൃത്തി മറ്റുള്ളവരെ പഠിപ്പിക്കുന്നുവോ, ഈശോയുടെ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് നമ്മൾ ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാകട്ടെ. അങ്ങനെ ഈശോയോടുള്ള ആ സ്നേഹം നമുക്ക് വർദ്ധിക്കട്ടെ. അങ്ങനെ ഈ കരുണയുടെ ജോലി കൂടുതൽ കൂടുതൽ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പ്രേരിതരാകട്ടെ. വീണ്ടും പറയാണ്ട് മാറാനാത്ത കർത്താവേ വന്നാലും എന്ന പ്രാർത്ഥന ഈശോയുടെ രണ്ടാം വരവിനെയാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. ഇനി വിശുദ്ധ ഫൗസ്റ്റീനാക്കി സഹോദരങ്ങളോടുള്ള കരുണയോടെ പ്രവർത്തിക്കാൻ ഈശോ 3 വഴികളെ കുറിച്ച് കാണിച്ചു കൊടുത്തു. കഴിഞ്ഞ ദിവസം അത് അച്ഛന്മാര് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിലെങ്കിൽ ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. 1 പ്രവൃത്തിയിലൂടെ, 2 വാക്കുകളിലൂടെ, 3 പ്രാർത്ഥനയിലൂടെ. അപ്പൊ ഇത് 3ഉം ചേരുമ്പോഴാണ്, ഈ 3 പദവികളും ഉൾക്കൊള്ളുമ്പോഴാണ് കരുണ പൂർണ്ണതയിൽ എത്തുന്നത്. അപ്പൊ പ്രാർത്ഥന മാത്രം പോരാ, കരുണയുടെ പ്രവർത്തികൾ വേണം. നമ്മുടെ സംസാരത്തിലും ഈ കരുണ നിറഞ്ഞു നിൽക്കണം. അപ്പോ ലോകത്തിന് മുഴുവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ. ഇനി രണ്ടാമത്തെ പ്രവൃത്തിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 1156 ഖണ്ഡികയിൽ പറയുന്നു, പ്രാർത്ഥനയോടുകൂടിയ കരുണയുടെ പ്രവൃത്തികൾ, പ്രത്യേകിച്ച് ദുഷ്ടാരൂപികളിൽ നിന്ന് കുട്ടികളുടെ ആത്മാക്കളെ സംരക്ഷിക്കും. ഈ ആത്മാക്കളിൽ നിന്ന് പ്രാർത്ഥനയും കരുണയുടെ പ്രവർത്തികളുമാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഏറ്റവും ദരിദ്രനായ വ്യക്തിക്കും ഈ ഗണത്തിൽ ചേരാം. സ്വാർത്ഥമായ ഈ ലോകത്തില് സ്നേഹവും ഈശോയുടെ കരുണയും ഉണർത്താൻ അവർ പരിശ്രമിക്കും. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുട്ടികളുടെ ആത്മാക്കളെ രക്ഷിക്കുക എന്നുള്ളതും വലിയൊരു ആഗ്രഹമാണ് ഈശോയുടെ. ഞാൻ ഇപ്പോ ഓർത്തു പോകുന്നത് ആശിഷിന്റെ ഷെയറിങ്ങിൽ ആശിഷ് പറഞ്ഞു, ആശിഷും കൂട്ടുകാരും ഇങ്ങനെ തെറ്റ് ചെയ്ത് നടക്കുമ്പോൾ ഓട്ടോറിക്ഷക്കാരൻ ചേട്ടൻ പറഞ്ഞു, മോനെ ഇത് എന്താ നിങ്ങൾ ചെയ്യണേ, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, എനിക്കും മക്കളുണ്ട്, നിങ്ങൾ ഇത് നോക്കിക്കേ. ആ മനുഷ്യനിലെ കരുണ, അവൻ മക്കള് തെറ്റ് ചെയ്യണത് ആണ് എന്ന് കണ്ടു കഴിഞ്ഞപ്പോ അവന്റെ ഹൃദയത്തിൽ കരുണ ഉയർന്നു. ഇന്ന് നമ്മളുടെ ഹൃദയത്തിൽ കരുണ ഉയരണം. എന്ന് അന്നത്തേക്കാളും എത്രയോ വലിയ തിന്മകളാണ്. നമ്മൾ ഓർക്കണം, മൊബൈല്, മദ്യം, ഇന്റർനെറ്റ്, ഡ്രഗ്സ്, സോഷ്യൽ മീഡിയ, ഇങ്ങനെ പല തരത്തില് പിശാച് നമ്മളുടെ കുഞ്ഞുങ്ങളെ അടക്കി വെച്ചിരിക്കുകയാണ്. അവന്റെ കെണിയിൽ നിന്ന് ആ മക്കളെ സ്വതന്ത്രരാക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തം ഈശോ ഇന്ന് നമ്മെ ഏൽപ്പിക്കുന്നുണ്ട്. അതാണ് ഈശോ രണ്ടാമത്തെ പ്രവൃത്തിയിലൂടെ നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. കാരണം ഈശോ ഒന്ന് വേദനിക്കുകയാണ്. ഈ കുട്ടികളെ രക്ഷിക്കാൻ നമ്മൾ ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ ഈശോയുടെ വേദന കൂടും. അതുകൊണ്ട് നമ്മുടെ കരങ്ങള് സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ത്യാഗങ്ങളും പ്രാർത്ഥനകളും വഴി ആർക്കും ഈ കുട്ടികളെ രക്ഷിക്കാനാകും. നമുക്ക് തീരുമാനമെടുക്കാം, ഇനി ഒരു കുട്ടിയെ പോലും ദുഷ്ടൻ തൊട്ടു പോകരുത്. അത്രമാത്രം സംരക്ഷണം നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കാൻ നമുക്കാകണം. ഇനി നമ്മൾ മൂന്നാമത്തെ പ്രവൃത്തിയിലേക്ക് വരികയാണ്. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്, വ്രതത്താൽ കടപ്പെടുത്തപ്പെടാതെ തന്നെയുള്ള പ്രാർത്ഥനയും കരുണയുടെ പ്രവൃത്തികളും വഴി. വ്രതത്താൽ കടപ്പെടുത്തുക, അതായത് പ്രത്യേകിച്ച് വ്രതമൊന്നും എടുക്കണമെന്നില്ല ഈ പ്രവൃത്തി ചെയ്യാൻ.
കർത്താവിനോടുള്ള സ്നേഹം, ആ കരുണ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാം. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ ചെയ്യുന്നത് വഴി സമൂഹത്തിന്റെ എല്ലാ അവകാശങ്ങളുടെയും ആനുകൂല്യങ്ങളുടെയും പങ്ക് അവർക്ക് ലഭിക്കുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് അവകാശങ്ങൾ അവർക്ക് ലഭിക്കുകയാണ്, പാപികൾക്ക് ലഭിക്കുകയാണ്, മാനസാന്തരപ്പെടാനുള്ള കൃപ അവർക്ക് ലഭിക്കുകയാണ്. ലോകത്തിലെ ആർക്കും ഈ ഗണത്തിൽപ്പെടാം. കരുണയുടെ ഒരു പ്രവൃത്തിയെങ്കിലും ദിവസവും ഞാൻ ചെയ്തിരിക്കണം എന്നൊരു തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഏറ്റവും ദരിദ്രനായ ഒരു വ്യക്തിക്ക് പോലും ഇത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈശോ പറയുന്നത്. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ, ഈശോ എന്തുമാത്രം നമ്മിൽ നിന്ന് ഈ കരുണയുടെ പ്രവർത്തികൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തികൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഫൗസ്തീനയോട് ഈശോ പറയുകയാണ്. ഒന്നാമത്തേത്, ക്ഷമയുടെയും ആശ്വാസത്തിൻ്റെതുമായ കരുണയുടെ വാക്കുകൾ വഴി നമ്മളുമായി ഇടപെടുന്നവരോട് ക്ഷമയുടെയും ആശ്വാസത്തിന്റെയും കരുണയുടെ വാക്കുകൾ നമ്മൾ കൊടുക്കണം. രണ്ടാമത്തേത്, നിങ്ങൾക്ക് ഒന്നും പറയാൻ സാധിച്ചില്ലെങ്കിൽ പ്രാർത്ഥന വഴി ചെയ്യാം, നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി. മൂന്നാമത്തേത്, കരുണയുടെ പ്രവൃത്തികൾ വഴി അവസാന ദിനത്തിൽ ഇതുവഴി നമ്മൾ വിധിക്കപ്പെടും. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിത്യസമ്മാനവും നമുക്ക് ലഭിക്കും. അപ്പൊ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കരുണ പ്രവൃത്തികളും നമ്മൾ നിത്യതയിലേക്കുള്ള മുതല് കൂട്ടിവെക്കുകയാണ്. ഒന്ന് ഓർത്ത് നോക്കി, നിസാരമായ എന്റെ നാമത്തിൽ ഒരു പച്ചവെള്ളം കൊടുത്താൽ മതി എന്ന് ഈശോ പറഞ്ഞേ. അപ്പോ കരുണയുടെ പ്രവർത്തികൾ മുഴുവനും എന്തുമാത്രം തീക്ഷ്ണതയോടെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾ നാലാമത്തെ കാരുണ്യ പ്രവൃത്തി കാണുകയാണ്, സ്നേഹത്തോടു കൂടിയ ആത്മപരിത്യാഗം. 1316 ഖണ്ഡികയിലാണ് ഈശോ ഇത് പറയുന്നത്. മകളെ, സ്നേഹത്തോടു കൂടിയ ആത്മപരിത്യാഗമാണ് എനിക്ക് ആവശ്യം. കാരണം അവയ്ക്ക് മാത്രമേ ഞാൻ വില കൽപ്പിക്കുന്നുള്ളൂ. തീർച്ചയായും എൻ്റെ അടുക്കലുള്ള ലോകത്തിന്റെ കടങ്ങൾ വളരെയധികമാണ്. അരൂപിയിൽ കാരുണ്യം അഭ്യസിച്ചുകൊണ്ട് നിർമ്മലരായ ആത്മാക്കൾക്ക് അവരുടെ ആത്മപരിത്യാഗങ്ങൾ വഴി ഈ കടങ്ങൾ വീട്ടുവാൻ സാധിക്കും. അപ്പൊ നമ്മളൊന്ന് ഓർത്തു നോക്കിയേ, നമ്മുടെ സ്നേഹപൂർവമായ ആത്മപരിത്യാഗങ്ങള് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതിലൂടെ. അതുകൊണ്ട് നമ്മുടെ എല്ലാ സഹനങ്ങളും സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം. നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്നെ മുറിപ്പെടുത്തിയവർക്കും വേദനിച്ചവർക്കും ഒക്കെ വേണ്ടി നന്മ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ഇനി അഞ്ചാമത്തേത് പറയുന്നത്, മരണാസന്നർക്ക് വേണ്ടി സാധിക്കുന്നിടത്തോളം പ്രാർത്ഥിക്കുക. 1777 ഖണ്ഡികയിലാണ് അത് പറയുന്നത്. പല അനുഭവങ്ങളും ഫൗസ്തീന തന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഓരോരുത്തർ പ്രാർത്ഥന വന്ന് യാചിക്കുന്നതും അവള് പ്രാർത്ഥിക്കുന്നതും ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോകുന്നതും അവൾക്ക് വന്ന് നന്ദി പറയുന്നതും അപ്പോൾ മരണാസന്നർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയൊരു കാരുണ്യപ്രവൃത്തിയാണ്. ഇനി ആറാമത്തേത്, ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അത് 36, 58 ഖണ്ഡികകളിൽ പറയുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചതാണ്. അപ്പോ ആ തീക്ഷ്ണത, ശുദ്ധീകര ആത്മാക്കളെ രക്ഷിക്കാൻ വിശുദ്ധ ബലിയിലൂടെ കരുണയുടെ നൊവേന ചൊല്ലി ഒക്കെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം. ഏഴാമത്തത്, അനുദപിക്കാത്ത പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 1396 ഖണ്ഡികയിൽ 97 ഖണ്ഡികയിലാണ് ഇത് പറയുന്നത്. ഓ പാപികൾ, എന്റെ കരുണയെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്രയധികം പേർ നശിച്ചു പോകില്ലായിരുന്നു. ഓരോ ആത്മാവിന്റെയും നഷ്ടത്താല് ഞാൻ മരണതുല്യമായ വേദന അനുഭവിക്കുന്നു. ഞാൻ നമ്മുടെ ഫാത്തിമയിലെ കുട്ടികൾ ദർശനത്തിൽ കണ്ടിട്ട് പറയുന്നുണ്ടല്ലോ, ഓരോ പ്ലാവില വീഴുന്ന പോലെയാണ് നരകത്തിലേക്ക് ആത്മാക്കൾ വീഴുന്നതെന്ന്. അപ്പൊ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഈ വലിയ നഷ്ടം, ഈശോയ്ക്ക് വരുന്ന നഷ്ടം തീർക്കാൻ സാധിക്കുമെന്ന വലിയ ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇനി പൊതുവായ കാരുണ്യ പ്രവർത്തികളാണ് നമ്മൾ കാണുക. 163 ഖണ്ഡികയിലാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഒന്നാമത്തേത്, നമ്മുടെ ശ്വാസോച്ഛ്വാസം വഴി, ഹൃദയമിടിപ്പ് വഴി. ഏറ്റവും പരിശുദ്ധ ത്രിത്വമേ, എൻ്റെ ഓരോ ശ്വാസത്തിലും ഓരോ ഹൃദയ തുടിപ്പിലും ശരീരത്തിലെ ഓരോ നാഡിമിടിപ്പിലും അങ്ങയുടെ കരുണയെ 1000 തവണ പുകഴ്ത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫൗസ്തീന പറയാണ്. അപ്പൊ ഒന്ന് ഓർത്തു നോക്കി, നമ്മളുടെ ഹൃദയം ഒരു അഡൽട്ട് അല്ലെങ്കിൽ പ്രായപൂർത്തി വന്ന വ്യക്തിയില് നമ്മള് 23,040 പ്രാവശ്യം ശ്വാസം വലിക്കുന്നുണ്ട്. 1,800,000 പ്രാവശ്യം നമ്മുടെ ഹൃദയം ഇടിക്കുന്നുണ്ട്. ഇതൊക്കെ ദൈവകരുണയെ പ്രതി ദൈവത്തോടുള്ള സ്തുതിപ്പായിട്ട് സമർപ്പിച്ചാൽ തന്നെ എത്രയോ ആത്മാക്കളെ നമുക്ക് ഈശോയ്ക്ക് വേണ്ടി നേടാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ കരുണാപൂർണമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമ്മുടെ നയനങ്ങൾ വഴി, ഓ കർത്താവേ, എന്റെ നയനങ്ങൾ കരുണാർദ്രമാകാൻ സഹായിക്കണമേ.
മറ്റുള്ളവരുടെ ബാഹ്യമായ രൂപം കണ്ട് അവരെ ഒരിക്കലും സംശയിക്കാനും വിധിക്കാനും ഇടയാക്കല്ലേ. മറിച്ച് അവരുടെ ആത്മാവിലെ നന്മ ദർശിക്കാനും അവരെ സഹായിക്കാനും കൃപ തരണേ. മത്തായി 6:22 പറയുന്നില്ലേ, കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. അപ്പോ കരുണയുള്ള കണ്ണിനെ മറ്റുള്ളവരെ കരുണയോടെ വീക്ഷിക്കാനായിട്ട് സാധിക്കൂ എന്ന് നമുക്ക് തിരിച്ചറിയാം. അതിൽ മൂന്നാമത്തേതാണ് നമ്മുടെ കാതുകള്. ഓ നാഥ, എന്റെ കാതുകൾ കരുണാപൂർണമാകട്ടെ. എന്റെ സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ ഗ്രഹിക്കാനും അവരുടെ വേദനകളോടും വിലാപങ്ങളോടും കരുണയോടെ പ്രതികരിക്കാൻ സഹായിക്കണേ. സുഭാഷിതം 23:12 പറയുന്നു, നിന്റെ മനസ്സ് പ്രബോധനത്തിലും കാതുകൾ വിജ്ഞാനം നിറഞ്ഞ വചനത്തിലും ഉറപ്പിക്കുക. അതും ഇതും കേട്ട് നമ്മുടെ കാതിനെ അശുദ്ധമാക്കാതെ വചനം കേൾക്കാനും വചനം മറ്റുള്ളവർക്ക് കൊടുക്കാനും നമുക്ക് സാധിക്കണം. ഫൗസ്തീനയുടെ ഡയറിയിൽ പറയുന്നുണ്ട്, അവളെ ഒരു പെൺകുട്ടിയുമായിട്ട് യാത്രയിൽ സംസാരിച്ച് അവളുടെ വേദന മനസ്സിലാക്കി അവളെ ആശ്വസിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ദൈവവിളി തിരിച്ചറിയുന്നു, അവൾ കോൺവെന്റിൽ ചേരുന്നു. നോക്കിക്കേ, എത്ര വലിയ അത്ഭുതങ്ങൾ ചെയ്യാം. ഇനി അടുത്ത് നമ്മുടെ നാവാണ്. ഓ നാഥ, എന്റെ നാവ് കരുണാപൂർവം സംസാരിക്കട്ടെ. ഒരിക്കലും എന്റെ സഹോദരങ്ങൾക്കായി എതിരായി സംസാരിക്കാതിരിക്കാനും എല്ലാവരോടും ക്ഷമയുടെയും സാന്ത്വനത്തിന്റെയും വചസ്സുകൾ സംസാരിക്കാനും എന്നെ സഹായിക്കണമേ. അടുത്തത് നമ്മുടെ കരങ്ങളാണ്. ഓ നാഥ, എന്റെ കരങ്ങൾ കരുണാപൂർണവും സൽപ്രവൃത്തികളാൽ സമ്പുഷ്ടവുമാകട്ടെ. എന്റെ സഹോദരങ്ങൾക്ക് നന്മ ചെയ്യാനും ഏറ്റവും ദുർഘടവും ബുദ്ധിമുട്ടേറിയതുമായ ജോലികൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യാനും എന്നെ സഹായിക്കണമേ. പ്രിയമുള്ളവരെ, മോശ കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽ ജയിച്ചതുപോലെ നമ്മുടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാനും കരങ്ങളിലൂടെ നന്മ ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ. അടുത്തത് നമ്മുടെ പാദങ്ങളാണ്. പാദങ്ങള്, ഓ നാഥ, എന്റെ കാൽപാദങ്ങളെ കരുണാപൂർണമാക്കണമേ. എന്റെ തളർച്ചയെയും ക്ഷീണത്തെയും അതിജീവിച്ച് എന്റെ സഹോദരങ്ങളെ സഹായിക്കാൻ എനിക്ക് കൃപ തരണമേ. എന്റെ സഹോദരരെ ശുശ്രൂഷിക്കുന്നതിലാണ് എന്റെ യഥാർത്ഥമായ ആശ്വാസം. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരം മുഴുവനോടും കൂടെ ഈ കരുണയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ്, അത് നമ്മൾക്ക് തിരുസഭ തന്നിരിക്കുന്നതാണ്. കാരുണ്യ പ്രവർത്തികൾ 14, ആധ്യാത്മികങ്ങൾ 7, ശാരീരികങ്ങൾ 7. അത് നമുക്ക് ഇന്റർനെറ്റിൽ നോക്കിയാൽ കിട്ടും. പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഫൗസ്തീനയോട് ചേർന്ന് ഇന്ന് ഈ കാരുണ്യ പ്രവർത്തികളെ കുറിച്ച് നമുക്ക് ബോധ്യം തന്ന നല്ല ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഓ നാഥ, എന്റെ ഹൃദയം കരുണാസമ്പന്നമാകട്ടെ. എന്റെ സഹോദരങ്ങളുടെ എല്ലാ സഹനങ്ങളും അനുഭവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഒരുത്തർക്കും ഞാൻ സ്നേഹം നിഷേധിക്കുകയില്ല. എന്റെ സ്നേഹത്തെ നിന്ദിക്കുമെന്ന് മനസ്സിലാക്കുന്നവരോട് പോലും ഞാൻ ആത്മാർത്ഥതയോടെ പെരുമാറും. ഈശോയുടെ ഏറ്റവും കരുണാർദ്രമായ ഹൃദയത്തിൽ ഞാൻ എന്നെ തന്നെ ബന്ധിതയാക്കും. സഹനങ്ങൾ ഞാൻ നിശബ്ദമായി സഹിക്കും. ഓ നാഥ, അങ്ങയുടെ കരുണ എന്നിൽ വസിക്കട്ടെ. ഇപ്രകാരം നമുക്ക് കരുണയുടെ പ്രവർത്തികള് അഭ്യസിക്കാനായി നമ്മെ തന്നെ ഒന്ന് ഒരുക്കാം. ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവാനുഗ്രഹം നമ്മളിൽ എല്ലാവരിലും നിറയട്ടെ. ദൈവത്തിന്റെ കരുണയുടെ ഉപകരണങ്ങളായി നമുക്ക് മാറാം. പ്രൈസ് ദി ലോർഡ്.